മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക ന്യായമാണെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഡാം ഡീകമ്മീഷൻ പ്രായോഗികമല്ലെന്നും ജലവിധാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡാമിനെ ഇല്ലാതാക്കാതെ പുതിയ ഡാം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ പുതിയ ഡാം നിർമ്മിക്കാൻ അസാധ്യമാണെന്നും CN രാമചന്ദ്രൻ നായർ പറയുന്നുണ്ട്. തമിഴ്നാടിന്റെ എതിർപ്പിനെ മറികടന്ന് സുപ്രീം കോടതിയോ കേന്ദ്ര സർക്കാരോ ഡാമിനെ ഡീകമ്മീഷൻ ചെയ്താൽ തമിഴ്നാടിന്റെ ഒരു പ്രദേശം മുഴുവൻ തന്നെ മരുഭൂമിയായി പോകും. അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. സുപ്രീം കോടതിയോ കേന്ദ്ര സർക്കാരോ അത് അംഗീകരിക്കുകയുമില്ല. അതുകൊണ്ടാണ് ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നത് അസാധ്യമായ കാര്യമായത്. സുപ്രീം കോടതി നിയോഗിച്ച ഒരു സമിതിക്കാണ് മുല്ലപ്പെരിയാറിന്റെ നിയന്ത്രണം. അതിൽ കേരള സർക്കാരിന്റെയും സുപ്രീം കോടതിയുടെയും പ്രതിനിധികളുണ്ട്. പക്ഷേ കേരളത്തിനും തമിഴ്നാടിനുമിടയിൽ ഒരു ധാരണ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാതെ തമിഴ്നാടിന് തുടർച്ചയായി ജലം നൽകിക്കൊണ്ട് നടത്താൻ തീരുമാനിച്ചാൽ ഉറപ്പായും സുപ്രീം കോടതി അതിന് അനുവാദം നൽകുമെന്നും രാമചന്ദ്രൻ നായർ പറയുന്നുണ്ട്. അതേസമയം പുതിയ ഡാമിന്റെ സാമ്പത്തിക, പാരിസ്ഥിതിക, സാമൂഹിക പ്രശ്നങ്ങളെയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ ഡാം തുടങ്ങണമെങ്കിൽ 1000 കോടി രൂപയെങ്കിലും നമുക്ക് വേണം. വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടും. ഈ ഡാം പൊളിക്കണമെന്ന് പറയുന്ന ജനങ്ങൾ തന്നെ പുതിയ ഡാം പണിയുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കും. കേരളത്തിൽ തെളിയിച്ചിട്ടുള്ള കാര്യമാണിത്. പാറയും മലയും പൊട്ടിക്കരുത്, അവ എല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അനാവശ്യമായ കുറേ ചർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടാക്കും. നിങ്ങൾ ഡാം പണിതോളൂ, നിങ്ങൾക്കാണ് ഡാം വേണ്ടതെന്ന് തമിഴ്നാട് സർക്കാർ പറഞ്ഞാൽ സാമ്പത്തികമായുള്ള ചെലവുകൾ കേരള സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. അത് നമുക്ക് സാധിക്കുമോ എന്ന് അറിയില്ല. കേരളത്തിന് ഒരു പ്രയോജനവുമില്ലാത്ത ഡാം കേരളം പണിയുക എന്നത് വളരെ അസംബന്ധമായ കാര്യമാണ്. മുല്ലപ്പെരിയാർ നിലനിർത്തി പുതിയ ഡാം പണിയാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെടണം, രാമചന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ 5 ജില്ലകൾക്ക് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാറിനെ പറ്റി നിരവധി അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തവും ശക്തവുമായ നിലപാടിലൂടെ പല രാഷ്ട്രീയ നേതാക്കളും മുല്ലപ്പെരിയാറിനെ പറ്റി പ്രതികരിക്കുമ്പോൾ മുല്ലപ്പെരിയാറിനെ പറ്റി പഠനം നടത്തിയ വ്യക്തികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്താൽ തമിഴ്നാടിന്റെ ഒരു പ്രദേശം മരുഭൂമിയാകും എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലെ 5 ജില്ലകൾ കടലിൽ പതിക്കും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ തമിഴ്നാടിന്റെ ഒരു പ്രദേശം മുഴുവൻ മരുഭൂമി ആവുകയും ചെയ്യും. ഇതിന് രണ്ടിനും വേണ്ടിയുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ഇനി സർക്കാർ കാണേണ്ടത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഡാം വിഷയത്തിൽ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രീയ സാങ്കേതിക വിദഗ്ധന്മാർ നടത്തിയ സമൂലവും വിശദവുമായ പരിശോധനകൾക്കും പഠനങ്ങൾക്കും ശേഷം മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരുമ്പോൾ കേരളം വീണ്ടും തളരുകയാണ്. 1886 കരാർ പ്രകാരം നിർമ്മിക്കപ്പെട്ട മുല്ലപ്പെരിയാർ ഡാം മുഖാന്തരം രൂപമെടുത്ത കൂറ്റൻ ജലസംഭരണി തമിഴ്നാടിന് സംഭാവന ചെയ്ത അഭിവൃദ്ധി അവർണ്ണനീയമായിരുന്നു. വൈഗായി നദി സംവത്സരം മുഴുവൻ ജലസമൃദ്ധമാക്കുവാനും കൃഷിസ്ഥലങ്ങളിലെല്ലാം ആണ്ടിൽ 2-3 തവണ കൃഷിക്ക് ഉപയുക്തമാക്കുകയും ചെയ്തു. ഇതിനോടിടയ്ക്ക് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവും തമ്മിൽ മുല്ലപ്പെരിയാർ ജലം സംബന്ധിച്ച് കാര്യമായ തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ അലോസരങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇരു ഗവൺമെന്റുകളും കാര്യമായി പരിഗണിച്ചിട്ടുമില്ല. മുല്ലപ്പെരിയാർ എന്ന ഭീതി കേരളത്തിൽ ഇന്ന് വളരെ ഭയാനകമാണ്. ഇതിന് ഒരു മികച്ച പരിഹാരം ഉടനടി നമ്മുടെ സർക്കാരുകൾ എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.